ഇന്ത്യ കണ്ട ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു നിയമ പോരാട്ടമായിരുന്നു ഈ സർക്കാർ ഡി ജി പിയിൽ നിന്ന് മാറ്റി അത്രയും നാളെടുത്ത അതൊരു വിജയം കൈവരിച്ചൊരു പോരാട്ടമായിരുന്നു. അതെങ്ങനെ നേരിട്ടു? അല്ല നോക്ക്, നമ്മൾ ഒന്ന് ഇപ്പം അതിന് മുന്നുണ്ടായിരുന്ന രമേഷ് ശ്രീവാസ്തവ UDFൻ്റെ കാലത്ത് DG ആയിരുന്നു, LDFൻ്റെ കാലത്തും വർഷങ്ങൾ തുടർന്നു. പക്ഷേ ജേക്കബ് ന്യൂസ് വന്നു, LDFൻ്റെ കാലത്ത് വളരെ ഇതായിട്ട് ചെയ്തു, UDFൻ്റെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കേസിൽ ആക്ച്വലി ആ പ്രാക്ടീസ് തുടരേണ്ടതാണല്ലോ ഒന്നാമത്തെ കാര്യം. കാരണം നമ്മൾ ഇല്ലെങ്കിൽ ഇവരാരെങ്കിലും പറയട്ടെ, ഇൻക്ലൂഡിങ് സുഡാപ്പീസ്, ഇൻക്ലൂഡിങ് കമ്മീസ്, നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്, ഇൻക്ലൂഡിങ് കൊങ്ങീസ്, എവരിബഡി ലെറ്റ് ദം ടെൽ വൺ ഇൻസ്റ്റൻസ് വേർ ഐ ഹാവ് ബീൻ പാർഷ്യൽ ഓർ വൺ ഇൻസ്റ്റൻസ് ഐ ഹാവ് ബീൻ എന്താണ് കമ്മ്യൂണൽ. ലെറ്റ് ദം ടെൽ ഈവൺ നൗ ഐ ചാലഞ്ച് എനി ഓഫ് ദം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെയൊന്നുമല്ല, നമ്മൾ വളരെ ഇമ്പാർഷ്യലായിട്ടും ലീഗലായിട്ടും പ്രവർത്തിച്ചിട്ടുള്ളൂ. ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ദ നേഷൻ, വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, അങ്ങനെ ഇതിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ അതിനിടയ്ക്ക് ഒന്ന് സംഭവിച്ചത്, ഈ നളിനി നെറ്റോവിൻ്റെ ഒരു കേസുണ്ടായിരുന്നു. അതായത് ഷീ തോട്ട്, ഞങ്ങൾ വളരെ നല്ല ക്ലോസ് റിലേഷനായിരുന്നു. നമ്മൾ ഡൽഹിക്കൊക്കെ പോകുമ്പോൾ ഒരു കാറിലാണ് ഡൽഹിയിൽ അവിടെ ഇതിന് മീറ്റിങ്ങിനൊക്കെ പോയിരുന്നത്. അതിന് നല്ല റിലേഷനായിരുന്നു. ഒരു ഹോം സെക്രട്ടറിയും ഞാൻ DG ആയിട്ട് ആദ്യം വരുന്ന സമയത്ത് വെരി ഗുഡ് റിലേഷൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ബാച്ച്മേറ്റ് വിജയാനന്ദ്, എസ് എം വിജയാനന്ദ് കൊല്ലം കളക്ടറായിരുന്നു. ആൻഡ് വി വെർ വെരി ഗുഡ്. ആൻഡ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയും, ഈ മുസറിയിലൊക്കെ അദ്ദേഹം പഠിപ്പിക്കാൻ പോകുമ്പോൾ SP കളക്ടർ റിലേഷൻഷിപ്സിന് എക്സാമ്പിളായിട്ട് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് പറയുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അദ്ദേഹം അന്ന് ഡൽഹിയിലായിരുന്നു. കാരണം UDF മിനിസ്ട്രിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടേഷനും ഇട്ട് അദ്ദേഹം അതെ അവിടെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നാണ് ഇവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇവർ നേരത്തെ ഏകദേശം ഒരു വർഷം മുമ്പോളം നേരത്തെ ചീഫ് സെക്രട്ടറി ആവുന്നതായിരിക്കണം അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇറ്റ് ഹാപ്പൻ ദാറ്റ് വിജയാനന്ദ് ഇങ്ങോട്ട് വരാൻ ഓപ്ഷൻ കൊടുത്തു. വിജയാനന്ദ് ഇങ്ങോട്ട് വന്നു. സോ ഹീ ഈസ് സീനിയർ ഇൻ ദ ബാക്ക്. ഹീ ബിക്കെയിം ദ ചീഫ് സെക്രട്ടറി. അപ്പോൾ ഇവരെല്ലാം വിശ്വസിച്ചിരിക്കുന്നത് ഞാൻ ഉമ്മൻചാണ്ടി സാറിനോട് പറഞ്ഞ് ആണ് വിജയാനന്ദിനെ ചീഫ് സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നൗ വാട്ട് ക്യാൻ ഐ സേ? നമ്മൾ ഒരു മുഖ്യമന്ത്രിയോട് പറഞ്ഞ് ചീഫ് സെക്രട്ടറിയെ പോസ്റ്റ് ചെയ്യുന്ന DGPയുടെ കാര്യത്തിൽ അതിൻ്റെ പേരിൽ ഷീ ബിക്കെയിം ടോട്ടലി എനിമിക്കൽ. അപ്പോൾ അതിന് മാത്രമല്ല, ഇത് ഗവൺമെൻറ്, അതായത് മിസ്റ്റർ പിണറായി വിജയൻ അവരുടെ പാർട്ടിയുടെ ഇതിലായിരിക്കും നമ്മളെ തീരെ ഇഷ്ടമല്ലായിരുന്നു. വാട്ട് എവർ ദെയർ റീസൺ, എനിക്കറിയാൻ പറ്റില്ല, വാട്ട് എവർ ദെയർ റീസൺ. അങ്ങനെ വന്ന സമയത്ത് ഐ ഗോട്ട് ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ ആർ ട്രൈങ് ടു ട്രാൻസ്ഫർ മീ. ഞാൻ ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ അവിടെ ആക്ച്വലി ഇരുന്നത് ഞാൻ വാങ്ങിച്ച ചെയറിലാണ്. കാരണം എനിക്ക് ഹെഡൊക്കെ വെക്കാനായിട്ട് പറ്റിയത് ഞാൻ അവിടെ നിന്ന് പൈസ വേണ്ട ആകെ കസേര വീട് കണ്ട് കിടപ്പുണ്ട്. അപ്പോൾ DGയുടെ ചെയർ വീട്ടിലേക്ക് കൊണ്ടുവന്ന ആളാണ് ഞാൻ, കാരണം സ്വന്തം ചെയറായതുകൊണ്ട്. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് എൻ്റെ എടുക്കാനുള്ളത്, എൻ്റെ ഫയൽ തീർക്കാനുള്ളത് എല്ലാം ക്ലിയർ ആയിരുന്നു. അതായത് ഇഫ് ആൻ ഓർഡർ കംസ് അറ്റ് എനി ടൈം, അതായത് ദിസ് ഹാപ്പൻ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ക്ലിയർ ആക്കി തുടങ്ങിയിരുന്നു. ഐ കുഡ് ഫീൽ ദാറ്റ് ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ദ ഗവൺമെൻറ് ബിക്കോസ് ഓഫ് സോ മെനി തിങ്സ് ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നു. ദെൻ പക്ഷേ അതിനോ പ്രകാശ് സിംഗ് കേസിൽ വളരെ ക്ലിയർ ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ലീഗലി ഐ വാസ് ഷുവർ. അപ്പോൾ ഇവർ ചാർജ് എടുക്കുന്ന ദിവസം എന്നോട് ചില പോലീസുകാർ വന്നിട്ട് പറഞ്ഞു, LDFൻ്റെ ആൾക്കാരാണ്, അവരുടെ ഫ്രാക്ഷൻ്റെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, സാറിന് ട്രാൻസ്ഫർ ഉണ്ടാവും. അവന് ട്രാൻസ്ഫർ ഉണ്ടായാൽ കേസിനും പോകുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ മറുപടി ആയിരുന്നത്. അപ്പോൾ അത് വന്ന ദിവസം 31-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ എൻ്റെ അവിടെ ഓൺ ലീവ്, ഞാൻ ലീവിൽ പോകാമെന്ന് പറഞ്ഞു. ബെഹ്റെ ചാർജ് കൊടുത്തു. ഞാൻ ഉണ്ടായിരുന്നില്ല, ബെഹ്റ കേം ആൻഡ് ടുക്ക് ചാർജ്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫയലൊക്കെ റൈറ്റ് ടു ഇൻഫർമേഷനിൽ എല്ലാത്ത ഫയലെടുത്തു. ക്ലിയർ മാനിപ്പുലേഷൻ, പേജസ് മാറ്റിയിരിക്കുന്നു. മനസ്സിലായോ? ആബ്സല്യൂട്ട്ലി ഏതൊരാൾ കണ്ടാലും പറയാം ഇറ്റ് ഈസ് എ ഫോർജറി. അങ്ങനെയുള്ള ഫയലാണ്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷനിൽ എൻ്റെ കോപ്പികളെല്ലാം എടുത്ത് വെച്ചിട്ടാണ്. സോ ഐ വെൻറ്റ് ടു ദ ക്യാറ്റ്. അപ്പോൾ ക്യാറ്റിലെത്തുമ്പോൾ എനിക്ക് ഈ ഫയൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ക്യാറ്റ് പറഞ്ഞു, മാത്രമല്ല എന്നെ മാത്രം മാറ്റമല്ല, ഈ DGക്ക് മാത്രമാണ്, SPCക്ക് മാത്രമാണ് ഹയസ്റ്റ് ഈ ചീഫ് സെക്രട്ടറിയുടെ സാലറി കൊടുക്കുന്നത്. അപ്പോൾ എന്നെ മാറ്റുന്ന പോസ്റ്റിൽ അതിൻ്റെ താഴെയുള്ള സാലറിയിലാണ് എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വാസ്തവത്തിൽ ഈ
പിണറായി വിജയൻ എന്നോട് പറയുകയാണ്, നോക്ക് ഞങ്ങൾ വേറെ DG വയ്ക്കുകയാണ്, നിങ്ങളെ വേറെ സ്ഥലത്തേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പം ഞാൻ പറയാം എനിക്ക് എൻ്റെ സാലറി അത് തന്നെ തരണം, എവിടെയായാലും ഞാൻ പോയേക്കളാന്ന്. അങ്ങനെ ഞാൻ പറയുള്ളൂ, ഞാൻ ഫൈറ്റിനപ്പോൾ പോയില്ല. കാരണം എന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്? എൻ്റെ ഒപ്പീനിയൻ അതാണ്, ഐ വുഡ് നോട്ട് ഔട്ടാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ ചെയ്തത്. എന്നെ താഴത്തെ പോസ്റ്റിലേക്ക് പോസ്റ്റ്. അപ്പോൾ കാറ്റ് തന്നെ ഓർഡർ ചെയ്തു, എനിക്ക് സാലറി മറ്റേത് തന്നെ, ആദ്യത്തെ സാലറി തന്നെ തരണം. അതൊരിക്കലും ലോവർ ചെയ്യാൻ പറ്റില്ല, അതിനൊരു നിയമമില്ല. അപ്പോൾ അത് നടന്നില്ല. ഞാൻ ഹൈക്കോടതി പോയി. അൺഫോർച്യുനേറ്റ്ലി ഞാൻ ഈ ഫയലെല്ലാം എൻ്റെ അഡ്വക്കേറ്റിന് കൊടുത്ത് ഐ ടോൾഡ് ഹിം ദിസ് ഷുഡ് ബി പ്രസൻറ്റഡ് ബിഫോർ ദ കോർട്ട്. അൺഫോർച്യുനേറ്റ്ലി ദർ ആർ അതർ റീസൺസ്, ദർ ആർ സംതിങ് ഹാപ്പനിങ്. നമുക്ക് കോടതിയിലൊക്കെ പോകുന്നവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. ദർ ആർ സിറ്റുവേഷൻസ് വെയർ പ്രഷർ വർക്ക്സ് ഓൺ അഡ്വക്കേറ്റ്സ് ആൾസോ, സംതിങ് ലൈക്ക് ദാറ്റ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം അതുവരെ വളരെ അടുപ്പുണ്ടായിരുന്നൊരു അഡ്വക്കേറ്റാണ്. എന്തായാലും ഈ ഫയൽ അവിടെ പ്രസൻറ്റ് ചെയ്തില്ല. ഈ ഫയൽ അവിടെ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഐ വുഡ് ഹവ് വിന്നിങ് ദ കേസ് ഇൻ ദ ഹൈക്കോർട്ട് ഇറ്റ് സെൽഫ്. ഇനി സുപ്രീം കോടതിയിൽ പോയി. അപ്പോൾ ഹാരിസ് ബീരാനെ എനിക്ക് KSRTCയിലുണ്ടായിരുന്ന സമയത്ത് അറിയുന്നതാണ്. അപ്പോൾ ഹാരിസ് ബീരാനെ അന്ന് LDFൻ്റെ ഭരണമാണെന്ന് നോക്കണം. സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാരിസ് ബീരാനായിരുന്നു. മാറ്റാൻ നോക്കിയിട്ട് ഞാൻ സമ്മതിച്ചില്ല, ഹാരിസ് ബീരാനെ നിർത്തി. അന്ന് മുതൽ ഞങ്ങൾ നല്ല ഇതാണ്. സോ ഐ ടോൾഡ് ഹിം എനിക്ക് അത്രയധികം പൈസയൊന്നും തരാനുണ്ടാവില്ല, സംഭവം കേസ് നടത്താൻ വേണം. അങ്ങനെ പക്ഷേ ശാന്തിഭൂഷണൊക്കെ ഓരോ അപ്പിയറൻസിന് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിജയാനന്ദനോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ കേരള ഹൈക്കോടതി ഓർഡർ ചെയ്തിട്ടുണ്ട് ഇയാളുടെ പഴയ സാലറി കൊടുക്കണം. ഞാൻ പറഞ്ഞു എന്നപ്പോൾ 7 മാസമായല്ലോ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്നെ IMJ ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്തു. അന്ന് വിജയാനന്ദാണ് ചീഫ് സെക്രട്ടറി. ആൻഡ് ഐ വാസ് ആൾസോ റെക്കമെൻഡഡ് ടു ബി കാറ്റ് മെമ്പർ, KIT കാറ്റിൽ മെമ്പറായിട്ട്. ഞങ്ങൾക്ക് IMJ പോയി. ഇറ്റ് വാസ് എ ഗുഡ് ഡേയ്സ് ഇൻ IMJ ടിൽ വിജയാനന്ദ് വാസ് ദർ. അതിനിടയ്ക്കാണ് ഈ കേസ് സുപ്രീം കോടതിയിലൊക്കെ വന്നത്. അപ്പോൾ സുപ്രീം കോടതി വന്ന ദിവസം പല ദിവസം ഞാൻ പോയി. അങ്ങനെ ഒരു അപ്പോൾ ഐ വാസ് റിട്ടയറിങ് ഇൻ ജൂൺ. ഇപ്പോൾ ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി നീട്ടി വെച്ചിട്ടാണെങ്കിൽ ഈ കേസ് ഞാൻ റിട്ടയർ ചെയ്തിട്ട് പോകുള്ളൂ. അപ്പോഴും ഒരു പക്ഷേ അത് ഇൻഫ്രാക്ഷൻസ് ആവും, കാരണം റിട്ടയർ ചെയ്ത ആളുടെ പിന്നെ കേസാണ്. അപ്പോൾ ബെഞ്ച് പറയുന്നുണ്ട് ഈ ഫയൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യണം. ഈ ഫയലും കൊണ്ട് ബെഹ്റ കൊടുത്തയച്ച ഒരു SI അവിടെ നിൽപ്പുണ്ട്. അന്ന് പത്രക്കാർ മുഴുവൻ എൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ബാക്കിൽ ഞാൻ ഇരിക്കുകയാണ്. പത്രത്തിലുള്ള എല്ലാവരും എൻ്റെ അടുത്ത് വരും, അങ്ങനെ എല്ലാവരും. അപ്പോൾ ഞാൻ പലപ്പോഴും ചെറിയ നോട്ട്സ് എഴുതിയിട്ട് ഈ പത്രക്കാർ വഴിയാണ് അപ്പോൾ മുന്നിൽ നിൽക്കുന്ന വക്കീലന്മാർക്ക് കൊടുത്തയക്കുന്നത്. അപ്പോൾ ഈ ഫയൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ കൗൺസിൽ പറഞ്ഞു കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് എഴുതി കൊടുത്തയച്ചു. അത് ഇതിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജഡ്ജസിൻ്റെ അടുത്ത് നമ്മുടെ അഡ്വക്കേറ്റ്സ് പറഞ്ഞു ഈ ഫയലിൻ്റെ റൈറ്റ് ഇൻഫർമേഷൻ കോപ്പി ഈസ് ഓക്കെ, ഇത് കൊടുക്കാൻ പറഞ്ഞു. നമ്മളിത് കൊടുത്തു. ആ പേജ് തുറന്നു നോക്കിയ വശം ജഡ്ജ് വാസ് കൺവിൻസ്ഡ് ഇറ്റ്സ് എ ഭയങ്കര ഫോർ. അതല്ലെങ്കിൽ തന്നെ പുറ്റിങ്ങൽ അപകടത്തിൽ എൻ്റെ താഴെയുള്ള ADG പത്മകുമാറിന് പ്രശ്നമില്ല, ഇൻ്റലിജൻസ് ADG ഹേമേന്ദ്രന് പ്രശ്നമില്ല, IG മനോജ് എബ്രാഹിമിന് പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. ഇനി മറ്റേ പെരുമ്പാവൂർ കേസിലാണെങ്കിൽ അവിടുത്തെ SI മുതൽ എൻ്റെ താഴെയുള്ള ADGP വരെ ആർക്കും പ്രശ്നമില്ല. ഞാനാണ് എല്ലാം നേരിട്ട്. പത്രക്കാരെടുക്കുന്ന ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു അന്ന്. എല്ലാത്തിനും ഉത്തരവാദി DG, ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദി. ഇപ്പോൾ ആരെങ്കിലും DGയെ പറ്റി ഇപ്പോൾ കഴിഞ്ഞ 2-3 DGമാരുണ്ടായിരുന്നു, അവർ എന്തെങ്കിലും ആക്ഷൻ ചെയ്തിട്ടുണ്ടോ? ഐ യൂസ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി, ഐ യൂസ് ടു പ്രൊട്ടക്ട് മൈ ഓഫീസേഴ്സ് വെയർ എവർ നീഡഡ്. അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇപ്പം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു ദർ ഇസ് നോ പ്രഷർ ഓൺ യു. ഇപ്പോൾ മറ്റേ പെരുമ്പാവൂർ കേസ് ഉണ്ടായ സമയത്ത് അബ്സല്യൂട്ട്ലി നോ പ്രഷർ. വിൽ വർക്ക് സയൻറ്റിഫിക്കലി ക്ലിയർലി. നമ്മുടെ എല്ലാ കേസിലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ട് ഈ ഫയൽ കണ്ട വശം അവർക്ക് മനസ്സിലായി ഇത് ഒരു ഫോർജഡ് ഫയലാണ്, ആക്ച്വലി ഇങ്ങനെയാണ്. ഇമ്മീഡിയറ്റ്ലി ദ കെപ്റ്റ് ഇറ്റ് ആൻഡ് ഓർഡേഴ്സ് കെയിം ഞാൻ ഹറി ചെയ്തില്ല. പക്ഷേ കോർട്ട് ഇറ്റ് സെൽഫ് ടുക്ക് ദാറ്റ്. ഒരു എൻ്റെ വക്കീൽ പറഞ്ഞു ഇതുവരെ പോസ്റ്റിംഗ് കൊടുത്തില്ല. അപ്പോൾ ഇവർക്ക് 20,000 രൂപ ഫൈനും അടച്ച് അങ്ങനെ പോസ്റ്റിംഗ് വന്നു പിന്നെയുള്ള 55 ദിവസം. അപ്പോൾ ചിലർ എന്നോട് ചോദിച്ചു നിങ്ങൾ 2-3 ദിവസം ഇരുന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്ത് പോകാമായിരുന്നില്ല എന്ന്. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വോളണ്ടറി റിട്ടയർമെൻറ്റിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 3 മാസത്തിൽ മുന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഡേയ്സ്. So 50 days I worked like this only. With Pinarayi also I worked just like what I was doing. I didn't have to do other things. The same thing.
എൻ്റെ വേ എങ്ങനെയായിരുന്നു ദാറ്റ് സെയിം വേ ഐ വർക്ക് അണ്ടർ പിണറായി ആൾസോ. അങ്ങനെയാണ് അത് സംഭവിച്ചത്.